കേരളത്തിലെ പെൺകുട്ടികൾക്ക് വിവാഹമെന്ന് കേട്ടാലേ ഇപ്പോൾ ഉള്ളിൽ പേടിയാണ്. കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ ഈ നാട്ടിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കണ്ടു വളരുന്ന പുതിയ തലമുറ ദാമ്പത്യ ജീവിതത്തെ ഒരു ബാധ്യതയായി കാണുന്നു. വിവാഹശേഷം സ്വാതന്ത്ര്യം നഷ്ടപ്പെടാം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ ഭർത്താവിൻ്റെ അനുവാദം ചോദിക്കണം. ആരെങ്കിലും ഫോൺ ചെയ്താൽ പ്രശ്നം. ഭർത്താവിൻ്റെ സംശയരോഗം, ഗാർഹിക പീഡനം, ഒടുവിൽ ആത്മഹത്യയോ കൊലപാതകമോ വരെ സംഭവിക്കാം. പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് യുവതിയെ ഭർത്താവ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത് സംശയത്തെ തുടർന്നാണ്. ദീർഘനാളത്തെ പ്രണയത്തിന് ശേഷം വിവാഹം കഴിച്ചവരുടെ ദാമ്പത്യ ജീവിതമാണ് ഈ രീതിയിൽ ദുരന്തത്തിൽ കലാശിച്ചത്. എന്തായിരിക്കും വൈഷ്ണവിക്കും ദീക്ഷിത്തിനുമിടയിൽ സംഭവിച്ചത്? ഇതോടൊപ്പം തിരുവനന്തപുരത്ത് അമ്മ വഴക്കു പറഞ്ഞതിന് 7 വയസ്സുകാരൻ തൂങ്ങി മരിച്ച ഞെട്ടിപ്പിക്കുന്ന സംഭവത്തെക്കുറിച്ചുകൂടി കേട്ടു. വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ആറു വർഷത്തെ പ്രണയം, 1.5 വർഷത്തെ ദാമ്പത്യ ജീവിതം. അങ്ങനെയുള്ള ഒരാൾക്ക് സ്വന്തം ഭാര്യയെ എങ്ങനെ സംശയിക്കാൻ തോന്നും? അവൾ ആരെങ്കിലും ഫോൺ വിളിച്ചാൽ പ്രശ്നം. വാട്സാപ്പിൽ ഒരു സന്ദേശം അയച്ചാൽ ചോദ്യം ചെയ്യൽ. സ്വന്തം മാതാപിതാക്കളെയോ സുഹൃത്തുക്കളെയോ വിളിച്ചാൽ സംശയം. പാലക്കാട് ശ്രീകൃഷ്ണപുരം സ്വദേശി ദീക്ഷിത്ത് ഒരു സംശയരോഗിയായിരിക്കണം. ഭാര്യയോടുള്ള സംശയം അയാളെ കൊലയാളിയാക്കി. വൈഷ്ണവിയെ ദീക്ഷിത്ത് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. എന്നാൽ വീട്ടിൽ വെച്ച് ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടായെന്ന് പറഞ്ഞാണ് യുവാവ് ഭാര്യയെ ആശുപത്രിയിൽ എത്തിച്ചത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സംഭവം കൊലപാതകമെന്ന് കണ്ടെത്തുകയായിരുന്നു. വൈഷ്ണവിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് കൊലപ്പെടുത്തിയതെന്നാണ് പ്രതിയുടെ മൊഴി. വെള്ളിയാഴ്ച പുലർച്ചെയാണ് വൈഷ്ണവിയെ കാട്ടുകുളത്തെ ഭർതൃവീട്ടിൽ അവശനിലയിൽ കണ്ടെത്തിയത്. സംഭവസമയം ഭർത്താവ് ദീക്ഷിത് മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. വൈഷ്ണവിക്ക് ശാരീരിക അസ്വസ്ഥതയുണ്ടായെന്നും അവശനിലയിലാണെന്നും പറഞ്ഞ് ദീക്ഷിത് ഭാര്യയുടെ മാതാപിതാക്കളെ വിവരമറിയിച്ചു. തുടർന്ന് വൈഷ്ണവിയുടെ അച്ഛനും അമ്മയും സ്ഥലത്തെത്തി. ഇതിനിടെ വൈഷ്ണവിയെ മാങ്ങോട്ടുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. യുവതിയുടെ മരണത്തിൽ തുടക്കം മുതലേ ദുരൂഹതയുള്ളതിനാൽ പോലീസ് വിശദമായ അന്വേഷണമാണ് നടത്തിയത്. അസ്വാഭാവിക മരണത്തിനാണ് ആദ്യം കേസെടുത്തത്. തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നതോടെ സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞു. ഇതോടെ ദീക്ഷിത്തിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും ഇയാൾ കുറ്റം സമ്മതിക്കുകയുമായിരുന്നു. പ്രതിക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ദീക്ഷിത്തിനെതിരെ പട്ടികജാതി വർഗ അതിക്രമ തടയൽ നിയമപ്രകാരവും കേസ് രജിസ്റ്റർ ചെയ്തു. ചെറിയ സംശയങ്ങളുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂർ ഫോറൻസിക് ഡോക്ടറെ കൊണ്ട് പരിശോധിച്ച് പോസ്റ്റ്മോർട്ടം നടത്താനുള്ള നടപടികൾ സ്വീകരിച്ചു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അതൊരു സ്മോദറിങ് ആയിട്ട് ഉള്ള സംഭവമാണെന്ന് തെളിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്ത്രീയുടെ ഭർത്താവിനെ ചോദ്യം ചെയ്ത് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അത് പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുന്നതാണ്. മറ്റൊരാളുമായി അടുപ്പമുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് വൈഷ്ണവിയെ കൊലപ്പെടുത്തിയതെന്നാണ് ദീക്ഷിത്തിന്റെ മൊഴി. ശ്വാസം മുട്ടിച്ചാണ് കൊലപാതകം നടത്തിയതെന്നും ഇയാൾ സമ്മതിച്ചു. വൈഷ്ണവിയെ കൊലപ്പെടുത്തിയത് മുഖത്ത് ബെഡ്ഷീറ്റ് അമർത്തിയാണ്. ബന്ധുക്കളെ വിവരമറിയിച്ചത് മരിച്ചെന്ന് ഉറപ്പായി 1 മണിക്കൂറിന് ശേഷമാണെന്നും പോലീസ് പറയുന്നു. പ്രതിയുടെ വീട്ടിൽ പോലീസും ഫോറൻസിക് സംഘവും പരിശോധന നടത്തി. മലപ്പുറം പെരിന്തൽമണ്ണ ആനമങ്ങാട് ചോലക്കൽ വീട്ടിൽ ഉണ്ണികൃഷ്ണന്റെയും ശാന്തയുടെയും മകളാണ് വൈഷ്ണവി. 2024 മെയ് 19 വൈഷ്ണവിയുടെയും ദീക്ഷിത്തിന്റെയും വിവാഹം. കല്യാണം കഴിഞ്ഞ് 1.5 വർഷമായിട്ടുണ്ടെങ്കിലും ദമ്പതിമാർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്നത് ആർക്കും അറിവുണ്ടായിരുന്നില്ല. 4 വർഷത്തെ പ്രണയശേഷമായിരുന്നു രണ്ടുപേരുടെയും വിവാഹം. News 18 പാലക്കാട്.
വീട്ടിൽ കളിച്ചും ചിരിച്ചും നടക്കുന്ന ബാല്യകാലം. അക്കാലത്ത് നമ്മൾ സഹോദരങ്ങളുമായി എത്ര വഴക്ക് കൂടിയിട്ടുണ്ടാകും അല്ലേ? അതിൻ്റെ പേരിൽ മാതാപിതാക്കളിൽ നിന്ന് കുറേ തല്ലും കൊണ്ട് കാണും. ഇങ്ങനെ അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ വഴക്ക് കേൾക്കുന്ന കുട്ടിയുടെ ചിന്ത അവനെ ആർക്കും ഇഷ്ടമല്ലെന്നായിരിക്കും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് മക്കളെ ശകാരിക്കുമ്പോഴും ശിക്ഷിക്കുമ്പോഴും രക്ഷിതാക്കൾ അവരെ മനസ്സിലാക്കാൻ കൂടി ശ്രമിക്കണം കേട്ടോ. തിരുവനന്തപുരം ചെമ്പഴന്തിയിലുണ്ടായ ദാരുണമായ സംഭവം നമ്മുടെ നാട്ടിലെ എല്ലാ മാതാപിതാക്കളും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇരട്ട സഹോദരനുമായി ബഹളം വയ്ക്കുന്നതിനിടെ അമ്മ വഴക്കു പറഞ്ഞതിന് 7 വയസ്സുകാരൻ ആത്മഹത്യ ചെയ്തു. മുറിയിൽ കയറിയ കുട്ടി കഴുത്തിൽ ബെഡ്ഷീറ്റ് ചുറ്റി ജനാലക്കമ്പിയിൽ തൂങ്ങിയാണ് ജീവനൊടുക്കിയത്. ചെമ്പഴന്തി അക്കരവിള വീട്ടിൽ പ്രമോദ് സിനി ദമ്പതികളുടെ മകൻ ശ്രേയസിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇരട്ടകളായ ശ്രാവണും ശ്രേയസും വീട്ടിൽ ട്യൂഷൻ പഠിക്കുന്നതിനിടയിൽ ബഹളം വെച്ചതിന് അമ്മ ശ്രേയസിനെ വഴക്ക് പറഞ്ഞു. തുടർന്ന് ശ്രേയസ് മുറിയിൽ കയറി അകത്തുനിന്ന് പൂട്ടി. മകൻ ഉറങ്ങുകയായിരിക്കുമെന്ന് കരുതി അമ്മ സിനി വിളിച്ചില്ല. ഏറെ കഴിഞ്ഞിട്ടും കാണാത്തതിനാൽ വാതിൽ ചവിട്ടിപ്പൊളിച്ചു നോക്കുമ്പോൾ കഴുത്തിൽ ബെഡ്ഷീറ്റ് ചുറ്റി ജനാൽക്കമ്പിയിൽ തൂങ്ങിയ നിലയിലായിരുന്നു. ഉടൻ തന്നെ തിരുവനന്തപുരം SIT ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കഴക്കൂട്ടം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ ആരംഭിച്ചു. മണക്കൽ LPSലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ശ്രേയസ്. KSRTC ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കണ്ടക്ടറുടെ സീറ്റിനോട് ചേർന്നിരുന്നാൽ ഒരു സുരക്ഷിതത്വമുണ്ടെന്നാണ് പൊതുവെ നമ്മളൊക്കെ ചിന്തിക്കുന്നത്. ഏതാനും നാളുകൾക്ക് മുൻപ് കൊച്ചിയിൽ ഒരു യുവതിക്ക് നേരെ യാത്രക്കാരൻ്റെ ഭാഗത്തു നിന്ന് ലൈംഗിക അതിക്രമം ഉണ്ടായപ്പോൾ രക്ഷയ്ക്കെത്തിയ കണ്ടക്ടറുടെ മുഖം എല്ലാവരുടെയും മനസ്സിലുണ്ടാകും. അത് കരുതിയാകണം രാത്രിയിൽ ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന ഗുരുവായൂർ സ്വദേശിനിയായ വിദ്യാർത്ഥിനി കണ്ടക്ടറുടെ സീറ്റിനടുത്ത് തന്നെ സ്ഥലം പിടിച്ചത്. എന്നാൽ ബസ് പാലക്കാട് ഒറ്റപ്പാലത്തെത്തിയപ്പോൾ അയാളുടെ തനി സ്വഭാവം പുറത്തു വന്നു. കണ്ടക്ടർ മോശമായ രീതിയിൽ സമീപിക്കുകയും സ്പർശിക്കുകയും ചെയ്തതോടെ അവൾ പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ചു. ഒറ്റപ്പാലം പോലീസ് എത്തി കണ്ടക്ടറെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഒരതിക്രമം ഉണ്ടായാൽ എങ്ങനെ സ്വയം പ്രതിരോധം തീർക്കണമെന്ന സന്ദേശം കൂടിയാണ് ഈ 19-കാരിയുടെ ഇടപെടൽ. കഴിഞ്ഞ രാത്രി കോയമ്പത്തൂരിൽ നിന്ന് ഗുരുവായൂരേക്ക് പുറപ്പെട്ട KSRTC ബസ്സിലാണ് പെൺകുട്ടിക്ക് ദുരനുഭവം നേരിടേണ്ടി വന്നത്. ബസ് ഈസ്റ്റ് ഒറ്റപ്പാലത്തെത്തിയപ്പോൾ രാത്രി 7:30യോടെയാണ് സംഭവം. കണ്ടക്ടർ പെൺകുട്ടിയുടെ അടുത്തു വന്നിരുന്ന് അതിക്രമം നടത്തുകയായിരുന്നു. ഗുരുവായൂർ സ്വദേശിനിയായ പെൺകുട്ടിക്ക് നേരെയായിരുന്നു അതിക്രമം. കണ്ടക്ടറുടെ തൊട്ടടുത്തുള്ള സീറ്റിലായിരുന്നു പെൺകുട്ടി ഇരുന്നത്. സീറ്റിലിരിക്കെ കണ്ടക്ടർ തൊട്ടു സമീപത്തിരുന്ന് മോശമായ രീതിയിൽ സമീപിക്കുകയും സ്പർശിക്കുകയും ചെയ്തു. ആദ്യമൊന്ന് പതറിയ പെൺകുട്ടി പിന്നീട് ഇയാളുടെ കൈ തട്ടിമാറ്റി. വീണ്ടും അതിക്രമം തുടർന്നതോടെയാണ് 19-കാരി പോലീസിന്റെ കൺട്രോൾ റൂം നമ്പറിൽ വിളിച്ച് പരാതിപ്പെട്ടത്. തൊട്ടു പിന്നാലെ തന്നെ ഒറ്റപ്പാലം പോലീസ് സ്ഥലത്തെത്തി ബസ് തടയുകയും കണ്ടക്ടറെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. പരാതിയെ തുടർന്ന് കേസെടുത്ത പോലീസ് വിശദമായ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പെൺകുട്ടിയുടെ മൊഴിയെടുത്ത അന്വേഷണ സംഘം മറ്റ് യാത്രക്കാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. ന്യൂസ് 18 പാലക്കാട്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ 2 മക്കൾക്കൊപ്പം തനിച്ച് താമസിച്ചിരുന്ന വീട്ടമ്മ. കുട്ടികളെ പഠിപ്പിച്ച് നല്ല നിലയിൽ വളർത്തണമെന്ന ചെറിയ സ്വപ്നങ്ങൾ മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കുടുംബം പോറ്റാൻ പല ജോലികളും ചെയ്തു. അതിനിടെയാണ് ഒരു ബേക്കറി തുടങ്ങാനുള്ള വായ്പ ആവശ്യത്തിനായി നഗരസഭാ കൗൺസിലറായ ജോസ് ഫ്രാങ്ക്ലിനെ കാണുന്നത്.
അയാൾ വീട്ടമ്മയ്ക്ക് എല്ലാ സഹായവും വാഗ്ദാനം നൽകി. വായ്പ തരപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് അവരെ ലൈംഗികമായി പോലും ചൂഷണം ചെയ്തു. താൻ ചതിക്കപ്പെടുകയാണെന്ന് മനസ്സിലായതോടെയാണ് സുനിതകുമാരി ജീവനൊടുക്കിയത്. വീട്ടമ്മ തീ കൊളുത്തി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൗൺസിലർക്കെതിരെ പോലീസ് കേസെടുത്തു. ജോസ് ഫ്രാങ്ക്ലിനെതിരെ ലൈംഗിക അതിക്രമ കുറ്റവും ചുമത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു നെയ്യാറ്റിൻകര മുട്ടക്കാട് സ്വദേശി സുനിതകുമാരിയെ വീടിനുള്ളിൽ പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. തുടക്കത്തിൽ ഗ്യാസിൽ നിന്ന് തീ പടർന്നുണ്ടായ അപകടമെന്നായിരുന്നു കരുതിയത്. എന്നാൽ ഫോറൻസിക് സംഘവും പോലീസും സംഭവം നടന്ന വീട്ടിൽ പരിശോധന നടത്തിയതോടെയാണ് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിയതാണെന്ന് കണ്ടെത്തിയത്. ഈ സമയം വീട്ടിൽ നിന്ന് കിട്ടിയ ആത്മഹത്യാക്കുറിപ്പ് നിർണായകമായി. സ്ഥലത്തെ കോൺഗ്രസ് നേതാവും നഗരസഭാ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ജോസ് ഫ്രാങ്ക്ലിൻ തന്നെ ശാരീരികമായി ചൂഷണം ചെയ്തിരുന്നുവെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. ആത്മഹത്യാ പ്രേരണാ കുറ്റം, ലൈംഗിക ചൂഷണം, വഞ്ചനാ കുറ്റം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് ജോസിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഒളിവിൽ പോയ ജോസ് ഫ്രാങ്ക്ലിന് വേണ്ടി അന്വേഷണം ആരംഭിച്ചതായി നെയ്യാറ്റിൻകര പോലീസ് പറഞ്ഞു. ഭർത്താവ് മരിച്ചതിനെ തുടർന്ന് 2 മക്കളും സുനിതയും മാത്രമായിരുന്നു വീട്ടിൽ താമസം. 3 മാസം മുമ്പ് വീടിന് സമീപത്തായി ഒരു ബേക്കറിയും ഇവർ തുടങ്ങിയിരുന്നു. ന്യൂസ് 18 നെയ്യാറ്റിൻകര. ഓഹരി ട്രേഡിംഗിലൂടെ 40 ലക്ഷത്തിലേറെ രൂപയുടെ നഷ്ടം. ഇത് തീർക്കാനായി ഓൺലൈൻ ആപ്പുകളിൽ നിന്ന് വായ്പ. ഒടുവിൽ കൈവിട്ട കളി പത്തനംതിട്ട കീഴ്വായ്പൂരിലെ സുമയ്യ എന്ന വീട്ടമ്മയെ കൊലപാതകത്തിന് പോലും പ്രേരിപ്പിക്കുന്നു. സാമ്പത്തിക ബാധ്യത തീർക്കാനാണ് പോലീസുകാരൻ്റെ ഭാര്യയായ പ്രതി അയൽവാസിയായ 61-കാരിയുടെ സ്വർണം അപഹരിച്ച ശേഷം തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ലതാകുമാരിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി കുറ്റം സമ്മതിച്ചു. വീട്ടിൽ അതിക്രമിച്ചു കയറിയ സുമയ്യ ലതാകുമാരിയെ കെട്ടിയിട്ട് സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച ശേഷം വീടിന് തീയിട്ടെന്നാണ് കേസ്. സംഭവത്തിൽ മറ്റാർക്കും പങ്കില്ലെന്നാണ് പോലീസ് നൽകുന്ന വിവരം. വ്യാഴാഴ്ച വൈകിട്ടാണ് സുമയ്യയുടെ അയൽവാസിയും 61-കാരിയുമായ ലതകുമാരിയെ കൊലപ്പെടുത്താൻ പ്രതി ശ്രമിച്ചത്. സ്വർണ്ണാഭരണങ്ങൾ കവർന്നെടുത്തതിനു ശേഷം കൈകാലുകൾ കൂട്ടിക്കെട്ടി വീടിന് തീ കൊളുത്തിയാണ് പ്രതി രക്ഷപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ഇങ്ങനെ: ഓഹരി ട്രേഡിംഗിലൂടെ സുമയ്യയ്ക്ക് 40 ലക്ഷത്തിന്റെ നഷ്ടമുണ്ടായി. ഇത് പരിഹരിക്കുന്നതിനായി ഓൺലൈൻ ആപ്പുകളിൽ നിന്ന് സുമയ്യ വായ്പ എടുത്തിരുന്നു. ഈ വായ്പ തിരിച്ചടയ്ക്കാൻ 3 ദിവസം മുൻപ് 1 ലക്ഷം രൂപ ലതയോട് സുമയ്യ വായ്പ ചോദിച്ചു. ഇത് നൽകാതെ വന്നതിനെ തുടർന്ന് മാലയും വളയും പണയം വയ്ക്കാൻ തരാൻ ആവശ്യപ്പെട്ടു. ഇതിന് വിസമ്മതിച്ചതോടെയാണ് വീട്ടിൽ അതിക്രമിച്ചു കയറി ആഭരണങ്ങൾ കവർന്നെടുത്ത ശേഷം വീടിന് തീ കൊളുത്തിയത്. ഭാര്യയുടെ ഓഹരി ട്രേഡിംഗിനെ കുറിച്ച് പോലീസ് ഉദ്യോഗസ്ഥന് അറിയില്ലായിരുന്നു. കോയിപ്പുറം സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറാണ് ഭർത്താവ്. വീട്ടിൽ അതിക്രമിച്ച് കയറിയ സുമയ്യ ലതകുമാരിയെ കെട്ടിയിട്ട ശേഷം ഭീഷണിപ്പെടുത്തിയാണ് സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചത്. ലതയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ മോഷ്ടിക്കപ്പെട്ട ആഭരണങ്ങൾ കണ്ടെടുത്തു. ലതയുടെ വീടും സുമയ്യ താമസിക്കുന്ന ക്വാർട്ടേഴ്സും പോലീസ് സീൽ ചെയ്തു. സ്ഥലത്ത് ഫോറൻസിക് വിദഗ്ധർ പരിശോധന നടത്തി അന്വേഷണം നടത്തുന്നതിനിടയിലാണ് നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. പോലീസ് സ്റ്റേഷന് തൊട്ടുപിറകിലാണ് ലതയുടെ വീട്. സ്റ്റേഷൻ വളപ്പിലാണ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. ദേഹത്ത് പൊള്ളലേറ്റ നിലയിൽ വസ്ത്രങ്ങളില്ലാതെ ലത പോലീസ് സ്റ്റേഷനിലേക്കാണ് ആദ്യം ഓടിയെത്തിയത്. പോലീസാണ് ലതയെ പിന്നീട് സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. ലതയുടെ കൈക്കും കാലിനും പൊള്ളലുണ്ട്.
മല്ലപ്പള്ളി പഞ്ചായത്തിലെ 11ാം വാർഡിലെ ആശാപ്രവർത്തകയാണ് ലതകുമാരി. കഴുത്തിലുണ്ടായിരുന്ന 2.5 പവന്റെ മാല, കയ്യിൽ കിടന്ന ഓരോ പവൻ വരുന്ന 3 വളകൾ, വിരലിലെ 6 ഗ്രാം തൂക്കമുള്ള മോതിരം എന്നിവയാണ് സുമയ്യ മോഷ്ടിച്ചത്. പ്രതിയെ വീട്ടിലെത്തിച്ച് പോലീസ് തെളിവെടുത്തു. ന്യൂസ് 18 പത്തനംതിട്ട. നാട്ടിൽ നിയമവിരുദ്ധമായ ചില കാര്യങ്ങൾ കാണുമ്പോൾ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ചെറുപ്പക്കാർ അതിനെ ചോദ്യം ചെയ്യാറുണ്ട്. എന്നാൽ ഇക്കാലത്ത് അങ്ങനെ നല്ലത് ചെയ്യുന്നതൊടുവിൽ പല അപകടങ്ങൾക്കും വഴിവെച്ചേക്കാം. ഇടുക്കിയിൽ മരം വെട്ടിക്കടത്തിയത് വനവകുപ്പിനെ അറിയിച്ചതിന് യുവാവിന് ക്രൂരമർദ്ദനം. യുവാവിനെ മർദ്ദിച്ച കേസിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ശാന്തൻപാറ സ്വദേശികളായ രാജേഷ്, അലൻ, പൂപ്പാറ സ്വദേശി അർജുൻ എന്നിവരാണ് പിടിയിലായത്. ശാന്തൻപാറ സ്വദേശി വിനീഷിനെയാണ് ഇവർ സംഘം ചേർന്ന് മർദ്ദിച്ചത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പേതുട്ടിയിലെ കൃഷിയിടത്തിൽ നിന്നും വിനീഷ് ജോലി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ വാഹനം തടഞ്ഞു നിർത്തി 3 അംഗ സംഘം മർദ്ദിക്കുകയായിരുന്നു. വാഹനത്തിൽ നിന്നും പിടിച്ചിറക്കി കമ്പിവടിയും കാപ്പിവടിയും ഉപയോഗിച്ച് മർദ്ദിച്ചത്. മേഖലയിലെ CHR ഭൂമിയിൽ നിന്ന് കഴിഞ്ഞയിടെ മരം വെട്ടി കടത്തിയത് വനംവകുപ്പ് കണ്ടെത്തിയിരുന്നു. വിവരം വനംവകുപ്പിനെയും പോലീസിനെയും അറിയിച്ചത് വിനീഷാണെന്നാരോപിച്ചായിരുന്നു ആക്രമണം. ആക്രമണത്തിൽ പരുക്കേറ്റ വിനീഷ് നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. വിനീഷ് ശാന്തൻപാറ പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. അറസ്റ്റിലായ രാജേഷ്, അരുൺ, അർജുൻ എന്നിവർ കള്ള തടിവെട്ട് കേസുകളിലും നിരവധി ക്രിമിനൽ കേസുകളിലും പ്രതികളാണ്. കോഴിക്കോട് പേരാമ്പ്രയിൽ സംഘർഷത്തിനിടെ പരിക്കേറ്റതും മൂക്കിൽ നിന്ന് ചോര വന്നതും ഷാഫി പറമ്പലിൻ്റെ ഷോ എന്ന് ആക്ഷേപിച്ചവരാണ് സഖാക്കൾ. എന്നാൽ ആ പരുക്ക് പോലീസ് മർദ്ദനത്തിൽ തന്നെ എന്ന് സൂചിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ CPM-ഉം പോലീസും പ്രതിരോധത്തിലായി. ലാത്തി ചാർജിൻ്റെ മൊബൈലിൽ പകർത്തിയ ചില ദൃശ്യങ്ങളിലാണ് ഷാഫിയെ ലാത്തി കൊണ്ട് തല്ലുന്നത് വ്യക്തമായത്. ഷാഫിയെ പോലീസ് തല്ലിയതല്ലെന്നും ഇതെല്ലാം ഷോ മാത്രമാണെന്നും ചില ഇടതു നേതാക്കൾ പ്രതികരിച്ചിരുന്നു. പാർലമെന്റ് അംഗമായ ഷാഫിയെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഷാഫി പറമ്പിൽ MPക്കെതിരെ ലാത്തിചാർജ് നടന്നിട്ടില്ലെന്ന് റൂറൽ SP KE ബൈജുവും പേരാമ്പ്ര DYSP ഹരിപ്രസാദും ആവർത്തിച്ചിരുന്നു. ജനക്കൂട്ടം പോലീസിന് നേരെ തിരിഞ്ഞതോടെ ഗ്രനേഡ് പ്രയോഗിച്ചു. ഒരു ഗ്രനേഡ് പിന്നിൽ ലൂസായി താഴെ വീണ് പൊട്ടിയതിൽ നിന്നാണ് ഷാഫിക്കും DYSPക്കും പരിക്കേറ്റതെന്ന് FIR-ലും വ്യക്തമാക്കിയിരുന്നു. 1.5 മണിക്കൂറോളം റോഡ് ബ്ലോക്കായതോടെ ടിയർ ഗ്യാസ് പ്രയോഗിക്കുക മാത്രമാണ് പോലീസ് ചെയ്തതെന്ന് റൂറൽ SP KE ബൈജു പറഞ്ഞു. പേരാമ്പ്രയിൽ ഇന്നലെ പോലീസ് ലാത്തിചാർജ് ഉണ്ടായിട്ടില്ലെന്ന് CPM നേതാക്കളും ആവർത്തിച്ചിരുന്നു. ഷാഫി പറമ്പിൽ MPക്ക് പരിക്ക് പറ്റിയെങ്കിൽ അവരുടെ പ്രവർത്തകരുടെ പക്കൽ നിന്നാകുമെന്ന് CPM നേതാക്കൾ വിമർശിച്ചിരുന്നു. എന്നാൽ പോലീസിന്റെയും CPM-ന്റെയും വാദം പൊളിക്കുന്നതാണ് ദൃശ്യങ്ങൾ. പോലീസുകാരന്റെ ലാത്തി ഷാഫിയുടെ തലയിൽ കൊണ്ടതായി ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ലാത്തിയടിയിൽ ഷാഫിയുടെ മൂക്കിന് പൊട്ടലുണ്ട്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയ MPക്ക് ഒരാഴ്ച വിശ്രമമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ന്യൂസ് 18 കോഴിക്കോട്. കേരളത്തിൽ RBI ചട്ടങ്ങൾ മറികടന്ന് പ്രവർത്തിക്കുന്ന മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്കെതിരെ
IB നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ്. നിക്ഷേപത്തിൻ്റെ മറവിലുള്ള കള്ളപ്പണ ഇടപാടുകളും ബെനാമി ഇടപാടുകളും പരിശോധിക്കണമെന്നായിരുന്നു റിപ്പോർട്ട്. നിലവിൽ ED അന്വേഷണം നടക്കുന്ന പ്രൈഡ് മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പശ്ചിമ ബംഗാളിൽ നേരത്തെ തട്ടിപ്പ് നടത്തിയ ശേഷമാണ് കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തനം ആരംഭിച്ചതെന്നാണ് കണ്ടെത്തൽ. ഇതോടൊപ്പം കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൻ്റെ ഷെയർ BLM വാങ്ങിയെന്ന് IBയുടെ റിപ്പോർട്ടിൽ പറയുന്നു. നിക്ഷേപത്തുക ഉപയോഗിച്ച് ഈ സ്ഥാപനം തൃശ്ശൂരിലെ ഒരു തിയേറ്റർ വാങ്ങിയെന്നും വിവരമുണ്ട്. BLM ചെയർമാൻ പ്രേംകുമാറിൻ്റെ ബിനാമി ഇടപാടുകളും ED പരിശോധിക്കുകയാണ്. കൂടുതൽ പലിശ വാഗ്ദാനം ചെയ്ത് വലിയ തോതിൽ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നുവെന്നും ഇത് RBI ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നും ചൂണ്ടിക്കാട്ടി നൽകിയ പരാതിയിലാണ് നിലവിൽ EDയുടെ അന്വേഷണം. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് സൊസൈറ്റി, പ്രൈഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, വിന്നർ റോയൽ വർഷ, ജീവൻ ജ്യോതി തുടങ്ങിയ സഹകരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക ഇടപാടുകളാണ് പരിശോധിക്കുന്നത്. എന്നാൽ മാസങ്ങൾക്ക് മുൻപ് തന്നെ ഈ സ്ഥാപനങ്ങളുടെ നിയമവിരുദ്ധ ഇടപാടുകൾ സംബന്ധിച്ച IB കേന്ദ്രത്തിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. പശ്ചിമ ബംഗാളിൽ തട്ടിപ്പ് നടത്തി CBI അന്വേഷണം നേരിടുന്ന പ്രൈഡ് അവിടെ പ്രവർത്തനം അവസാനിപ്പിച്ചാണ് കോഴിക്കോട് കേന്ദ്രമായി ഓഫീസ് തുറന്നത്. ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ മറവിൽ കള്ളപ്പണ ഇടപാടുകൾ നടക്കുന്നുണ്ടെന്നാണ് IBയുടെ കണ്ടെത്തൽ. കോഴിക്കോട്, മലപ്പുറം ജില്ലകൾ കേന്ദ്രീകരിച്ച് കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണ നിക്ഷേപം സ്വീകരിച്ചതായും വിവരമുണ്ട്. ഇതോടൊപ്പം കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിന്റെ ഷെയർ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് സൊസൈറ്റി വാങ്ങിയെന്ന IBയുടെ റിപ്പോർട്ടിൽ പറയുന്നു. BLM ചെയർമാൻ പ്രേംകുമാറിന്റെ ബിനാമി ഇടപാടുകളും ED പരിശോധിക്കുന്നുണ്ട്. കേന്ദ്ര കോഓപ്പറേറ്റീവ് വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങൾ എന്ന രീതിയിലാണ് ഇവർ പരസ്യങ്ങളും പ്രചാരണങ്ങളും നടത്തിയിരുന്നത്. 16 മുതൽ 20% വരെ പലിശ വാഗ്ദാനം ചെയ്ത് വ്യാപകമായ രീതിയിൽ തുക സമാഹരിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. പ്രളയ സമയത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക കൈമാറുമ്പോൾ പിണറായി വിജയനൊപ്പമുള്ള പ്രേംകുമാറിന്റെ ഫോട്ടോകൾ ഇവർ നിക്ഷേപകരെ ആകർഷിക്കാനായി ദുരുപയോഗം ചെയ്തതായും പരാതിയിൽ പറയുന്നു. 5 സ്ഥാപനങ്ങൾക്കെതിരെ അന്വേഷണം ആരംഭിച്ച ED ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ വിശദാംശങ്ങൾ, പ്രാഥമിക അംഗത്വ ലിസ്റ്റ്, കഴിഞ്ഞ 5 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടുകൾ എന്നിവ ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളത്തിന് പുറമെ മറ്റ് സംസ്ഥാനങ്ങളിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. ലൈഫ് മിഷൻ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചവരുടെ പട്ടികയിൽ മുഖ്യമന്ത്രിയുടെ മകനും. 2023 ഫെബ്രുവരി 14 ഹാജരാകാൻ ആവശ്യപ്പെട്ട് വിവേക് കിരണിന് ED നോട്ടീസ് അയച്ചതിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. ക്ലിഫ് ഹൗസ് വിലാസത്തിലായിരുന്നു സമൻസ്. എന്നാൽ വിവേക് EDക്ക് മുന്നിൽ ഹാജരായില്ലെന്ന് മാത്രമല്ല, അന്വേഷണവും മുന്നോട്ട് പോയില്ല. വാർത്ത പുറത്തു വന്നതോടെ CPM BJP ഡീൽ ആരോപണം വീണ്ടും ആയുധമാക്കുകയാണ് കോൺഗ്രസ്. നയതന്ത്ര സ്വർണ്ണക്കടത്തിന് പിന്നാലെയായിരുന്നു ലൈഫ് പദ്ധതിയിലും അഴിമതി ആരോപണം ഉയർന്നത്. പ്രളയബാധിതർക്കായി സംസ്ഥാന സർക്കാർ വടക്കാഞ്ചേരിയിൽ നിർമ്മിച്ച ലൈഫ് ഫ്ളാറ്റ് സമുച്ചയ നിർമ്മാണത്തിൽ കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണ ഇടപാടാണെന്ന ആരോപണമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിച്ചത്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M. ശിവശങ്കർ ഉൾപ്പെടെ ഈ കേസിൽ ജയിലിലായിരുന്നു. ശിവശങ്കറെ അറസ്റ്റ് ചെയ്ത 2023 ഫെബ്രുവരി 14 ചോദ്യം ചെയ്യലിന് ഹാജരാകാനായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന് നിർദ്ദേശം. വിവേക് കിരൺ, സൺ ഓഫ് പിണറായി വിജയൻ, ക്ലിഫ് ഹൗസ്, തിരുവനന്തപുരം എന്ന വിലാസത്തിലായിരുന്നു സമൻസ്. ദുബായിൽ ജോലി ചെയ്തിരുന്ന വിവേക് ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. ED ആകട്ടെ തുടർ നടപടികൾ സ്വീകരിച്ചതുമില്ല. മുഖ്യമന്ത്രിയുടെ മകന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് നൽകിയതും ഇത്രയും നാൾ രഹസ്യമായിരുന്നു. സമൻസ് ആവിയായി പോയതിനു പിന്നിൽ CPM BJP ധാരണയാണെന്നാണ് പ്രതിപക്ഷ ആരോപണം. ED ചെയ്തതുപോലെ തന്നെ ഇത് രഹസ്യമായി വെക്കണമെന്ന് CPM-ന് നിർബന്ധമുണ്ടായിരുന്നു, മുഖ്യമന്ത്രിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അല്ലെങ്കിൽ അവര് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഇത് ചെയ്തിരുന്നുവെങ്കിൽ ആ രാഷ്ട്രീയ പ്രേരിതമായ കാര്യങ്ങൾക്കെതിരായിട്ടുള്ള
പ്രചരണം ഉണ്ടാകണ്ടേ? പ്രചരണത്തിൽ ഒട്ടും മോശക്കാരല്ലല്ലോ CPM. ഇതെന്തുകൊണ്ട് അവരും പൂഴ്ത്തിവെച്ചു? മുഖ്യമന്ത്രിയുടെ മകന് ED നോട്ടീസ് അയച്ച കാലത്താണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രിനെ ഹേമന്ത് സോറനെ അന്ന് ED അറസ്റ്റ് ചെയ്യുന്നത്. 2024 പാർലമെന്റ് ഇലക്ഷൻ സമയത്താണ് കേജ്രിവാളിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഇവർ രണ്ടുപേരും ഇന്ത്യ സഖ്യത്തിലെ മുഖ്യമന്ത്രിമാരാണ്. ഇതേ സഖ്യത്തിലെ മുഖ്യമന്ത്രിയാണ് പിണറായി എന്നുള്ള വെപ്പ്. ഇന്ത്യ സഖ്യം ഇറക്കിയ മുഖ്യമന്ത്രിയാണ് ലിസ്റ്റിൽ പിണറായിയുടെ പേരും ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം ഇന്ത്യ സഖ്യത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, NDAയുടെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആ മൊത്തം ദുരൂഹതയാണ് ഇവിടെ. വാർത്തയ്ക്ക് പിന്നിൽ ഗൂഢാലോചനയെന്ന് CPM പ്രതികരിക്കുന്നു. ഇത് മുഖ്യമന്ത്രിയുടെ മകനെതിരായുള്ള ആരോപണമല്ല, മറിച്ച് കഴിഞ്ഞ 9 വർഷമായി കേരളത്തെ മികച്ച രീതിയിൽ നയിക്കുന്ന അഴിമതിയുടെ കറപുരലാത്ത മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ വ്യക്തിപരമായി ലക്ഷ്യം വയ്ക്കുകയാണ്. അദ്ദേഹത്തെ രാഷ്ട്രീയമായി നേരിടാൻ കഴിവില്ലാത്തവർ കുടുംബാംഗങ്ങളെ വലിച്ചഴിച്ച് ചെളിവാരി എറിയാൻ ശ്രമിക്കുകയാണ്. പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ സർക്കാരുകളെ അസ്ഥിരപ്പെടുത്തുവാൻ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നത് ഒരു സ്ഥിരം തന്ത്രമാണ്. ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കേരളത്തിൽ ഇപ്പോൾ കാണുന്നത്. UAE-യിലെ സന്നദ്ധ സംഘടനയായ റെഡ് ക്രസന്റ് UAE കോൺസുലേറ്റ് മുഖേനയാണ് ലൈഫ് സമുച്ചയത്തിന് സാമ്പത്തിക സഹായം നൽകിയത്. നിർമ്മാണ കരാർ ലഭിച്ചതിനുള്ള കൈക്കൂലിയായി യൂണിടാക് ബിൽഡേഴ്സ് ഉടമ സന്തോഷ് ഈപ്പൻ UAE കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർക്കും M ശിവശങ്കറിനും 4.5 കോടിയിലേറെ രൂപ നൽകിയെന്നാണ് കേസ്. സ്വപ്ന സുരേഷ്, PS സരിത്, സന്ദീപ് നായർ എന്നിവരും കേസിൽ പ്രതികളാണ്. കൊച്ചിയിലെ സാമ്പത്തിക കുറ്റവിചാരണ കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. കാസർഗോഡ് തൃക്കണ്ണാട് ക്ഷേത്രത്തിൽ നിന്ന് 13 വർഷം മുൻപ് കാണാതായ സ്വർണം ഇവിടെ. ഭണ്ഡാരത്തിൽ നിന്ന് ലഭിച്ച സ്വർണം നഷ്ടപ്പെട്ട് നാളിതുവരെയായിട്ടും അവ വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ദേവസ്വം ഓഡിറ്റിംഗിൽ സ്വർണ്ണാഭരണം മോഷണം പോയതായ റിപ്പോർട്ടുണ്ടെങ്കിലും മലബാർ ദേവസ്വം ബോർഡ് നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. ക്ഷേത്രങ്ങളിലെ ഓഡിറ്റ് റിപ്പോർട്ടിലെ മുഴുവൻ വിവരങ്ങളും പുറത്തുവിടണമെന്ന തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രത്തിൽ നിന്ന് 13 വർഷം മുൻപ് കാണാതായ സ്വർണം ഇനിയും വീണ്ടെടുക്കാനായിട്ടില്ല. ഭണ്ഡാരത്തിൽ നിന്ന് ലഭിച്ച സ്വർണമാണ് കാണാതായത്. ആഭരണം ലഭിച്ചതായി ദേവസ്വം രജിസ്റ്ററിലുണ്ട്. എക്സിക്യൂട്ടീവ് ഓഫീസറും മലബാർ ദേവസ്വം ബോർഡ് എംപ്ലോയീസ് യൂണിയൻ CITU കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയുമായിരുന്ന TM സത്യനാരായണന് നേരെയാണ് ഗുരുതര ആരോപണമുയരുന്നത്. 14.670 ഗ്രാം സ്വർണം കാണാനില്ലെന്ന് 2011-12 സംസ്ഥാന ഫണ്ട് ഓഡിറ്റ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരുന്നു. ഇടത് യൂണിയൻ അംഗമായ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാലത്ത് സംഭവം നടന്നതിനാലാണ് നടപടി ഉണ്ടാകാത്തതെന്നും ക്ഷേത്രങ്ങളുടെ ഓഡിറ്റ് റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിവെക്കുകയാണെന്നും BJP കോഴിക്കോട് മേഖലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീകാന്ത് ആരോപിച്ചു. ഇതിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ ഭാഗത്ത് തൃക്കണ്ണാട് ക്ഷേത്രത്തിൻ്റെ മാത്രമാണ്. ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചിരിക്കുകയാണ്. ഈ സ്റ്റേറ്റ് ഓഡിറ്റ് വിഭാഗത്തിൻ്റെ ദേവസ്വം വിങ്ങിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും ഇത് പുറത്തു വന്നിട്ടില്ല, നടപടി എടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ മലബാർ ബോർഡിൻ്റെ കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളും അതുപോലെ തന്നെ ഫണ്ട് സംബന്ധിച്ചുള്ള റിപ്പോർട്ട്, ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തുവിടാൻ, പരസ്യപ്പെടുത്താൻ അധികൃതർ തയ്യാറാകണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഇത് ഭക്തജനങ്ങളുടെ അവകാശമാണ്. ആ അവകാശം കാത്തുസൂക്ഷിക്കാനും അമ്പലങ്ങളിലെ ക്ഷേത്രങ്ങളുടെ ഭരണം സുതാര്യത വരുത്താനും ഈ കട്ട് കൊണ്ടുപോകുന്നത് അവസാനിപ്പിക്കാനും ഇത് ആവശ്യമാണെന്ന് ഞങ്ങൾ കരുതുകയാണ്. സ്വർണത്തിന്റെ വിപണി വില സത്യനാരായണൻ അടയ്ക്കണമെന്നായിരുന്നു ദേവസ്വം കമ്മീഷണറുടെ നിർദ്ദേശം. ഇതിനിടെ ക്ഷേത്രത്തിൽ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥൻ മറ്റു ക്ഷേത്രങ്ങളിലും അഴിമതി നടത്തിയതായ ആരോപണത്തിൽ മലബാർ ദേവസ്വം കമ്മീഷണറുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. ഭക്തരുടെ വിശ്വാസത്തെയും അർപ്പണബോധത്തെയും വഞ്ചിച്ചതായിരുന്നു കൊല്ലം കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലുണ്ടായ സംഭവം. നിത്യവിശ്വാസത്തിൻ്റെ പ്രതീകമായ ക്ഷേത്രപ്രസാദം പോലും കൃത്രിമമായി നിർമ്മിച്ചെന്ന കണ്ടെത്തൽ കൂടുതൽ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നു. ഇതോടെ ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി.
ക്ഷേത്രത്തിലെ ദേവസ്വം സംവിധാനത്തിന്റെ പ്രവർത്തനത്തിൽ ഗുരുതരമായ വീഴ്ചകളുണ്ടെന്നാണ് ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറുടെ മഹസ്തർ റിപ്പോർട്ട്. ദേവസ്വം വിജിലൻസ് സംഘം തിങ്കളാഴ്ച പരിശോധന നടത്തുമെന്നാണ് വിവരം. ഭക്തജനങ്ങളുടെ വിശ്വാസത്തെ നടുക്കിയിരിക്കുകയാണ് കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ കൃത്രിമ കരിപ്രസാദ നിർമ്മാണം കണ്ടെത്തിയ സംഭവം. കഴിഞ്ഞ ദിവസം വൃത്തിഹീനമായ വാടക വീട്ടിൽ നിന്ന് പ്രസാദമുണ്ടാക്കുന്നത് കണ്ടെത്തിയതിന് പിന്നാലെയാണ് ക്ഷേത്ര മതിലിനോട് ചേർന്ന ദേവസ്വം കെട്ടിടത്തിനുള്ളിൽ നിന്നും കൃത്രിമ പ്രസാദം കണ്ടെത്തിയത്. കറുത്ത പൊടിയും ലഹരി പദാർത്ഥങ്ങൾ പോലുള്ള സംശയാസ്പദമായ വസ്തുക്കളും പ്ലാസ്റ്റിക് കവറുകളിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു. മേൽശാന്തി വാടകയ്ക്കെടുത്തിട്ടുള്ള കെട്ടിടമാണെന്നും കെട്ടിട ഉടമസ്ഥൻ പറയുകയും ആയതിന്റെ അടിസ്ഥാനത്തിൽ ടീം മുറിയിൽ പ്രവേശിച്ച് പരിശോധിച്ചതിൽ ഒരു പാത്രത്തിൽ ചന്ദനം, കരിപ്രസാദം, വാട്ടിയ വാഴയിലകൾ, പ്രസാദം നൽകുവാനായി തയ്യാറാക്കി സജ്ജീകരിച്ചിരുന്ന പ്രസാദങ്ങൾ, അട്ടിയിട്ട് വച്ചിരുന്ന നെയ് കുപ്പികൾ, എണ്ണ, സാമ്പ്രാണിത്തിരികൾ, കേടുപാട് പറ്റിയ ജീവിത 1, തലയിൽ കെട്ടൊന്ന്, അകത്തെ മുറിയിൽ നിന്നും കണ്ടെത്തിയ ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ, ടീ മുറിയിൽ ഇപ്രകാരം പ്രസാദം തയ്യാറാക്കിക്കൊണ്ടിരുന്നവരുടെ എന്ന് കണക്കാക്കുന്ന 2 മൊബൈൽ ഫോണുകൾ എന്നിവ കണ്ടെത്തിയിട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 100 മീറ്റർ അകലെയുള്ള സ്ഥലത്ത് മദ്യക്കുപ്പികളുടെ നടുവിൽ പ്രസാദം ഉണ്ടാക്കുന്നതാണ് ആദ്യം കണ്ടെത്തിയത്. സംഭവത്തെ തുടർന്ന് ഭക്തർ ശക്തമായ പ്രതിഷേധം നടത്തുകയും ഹിന്ദു ഐക്യവേദി, BJP പ്രവർത്തകർ അടക്കമുള്ളവർ ദേവസ്വം ബോർഡിനെയും പോലീസിനെയും കടുത്ത വിമർശനത്തിനിരയാക്കുകയും ചെയ്തു. അമ്പലത്തിൽ ഗണപതി അമ്പലത്തിൽ കൊടുക്കേണ്ട പ്രസാദമാണ് ഇതല്ല. പ്രസാദം വേറെ ആയിരുന്നു. ഇതിനകത്ത് ചന്ദനമുണ്ട്, ഭസ്മമുണ്ട്, അതുകൊണ്ട് കറുത്ത പൊട്ടുമുണ്ട്. ഇത് ഇവിടെ നിന്ന് ഉണ്ടാക്കുമായിരുന്നു. ഈ കരിപ്രസാദം ഈ കാണുന്ന വൃത്തിഹീനമായ സ്ഥലത്ത് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ആയിരക്കണക്കിന് കരിപ്രസാദത്തിന്റെ പ്രസാദ വഴിപാടുകളാണ് ഇവിടെ ചെയ്യുന്നത്. ഇന്ന് വൈകിട്ടും നാളെ രാവിലെ നാളെ കൊടുക്കാനുള്ള ബിസിനസ്. 20 രൂപ കൊടുക്കുന്നവർക്ക് ഇതും, 50 രൂപ 100 രൂപ കൊടുക്കുന്നവർക്ക് തുറശനല്ലേലും. ഇതാണ് ഇപ്പൊ ഇവിടുത്തെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഉത്തരവാദിയായിട്ടുള്ള AO അടക്കം അടിയന്തരമായി സസ്പെൻഡ് ചെയ്തുകൊണ്ട് അന്വേഷണ വിധേയമാകുക. ദേവസ്വം അധികൃതരും പോലീസും സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. BJP നേതാക്കൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായി ഫോണിൽ ആശയവിനിമയം നടത്തി. സംഭവസ്ഥലം സീൽ ചെയ്തതായി ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അറിയിച്ചു. ഇനി മുതൽ പ്രസാദം തിടപ്പള്ളിയിൽ നിർമ്മിക്കുമെന്ന് വ്യക്തമാക്കി. ശരി, ഇതകത്ത് ഉണ്ടാക്കുന്നത് മാഡം കണ്ടിട്ടുണ്ടോ, പരിശോധിച്ചിട്ടുണ്ടോ? മാഡം പറയുന്നു ഇതകത്ത് ഉണ്ടാക്കേണ്ടതാണെന്ന് മാഡം പറയുന്നു. ഇതകത്ത് ഉണ്ടാക്കുന്നുണ്ടോ, എങ്ങനെ ഉണ്ടാക്കുന്നു മാഡം പരിശോധിച്ചിട്ടുണ്ടോ? അപ്പൊ ആരുടെ തെറ്റാണ്? ആരുടെ തെറ്റാണ് അത് പറയൂ. കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ പ്രസാദത്തിന്റെ സാമ്പിളുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ട്. ദേവസ്വം വിജിലൻസ് സംഘം തിങ്കളാഴ്ച പരിശോധന നടത്തുമെന്നാണ് വിവരം. ഭക്തജനങ്ങളെ വഞ്ചിക്കുന്ന ഗുരുതരമായ സംഭവമാണിതെന്ന് ഹൈന്ദവ സംഘടനകൾ ആരോപിച്ചു. കുറ്റക്കാരെ പുറത്താക്കിയില്ലെങ്കിൽ ശക്തമായ ഭക്തജന പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും അവർ അറിയിച്ചു. ന്യൂസ് 18 കൊട്ടാരക്കര. ശിവഗിരി മഠത്തിലെ പോലീസ് നടപടിക്ക് 30 ആണ്ട്. 1995 ഒക്ടോബർ 11 പുലർച്ചെയായിരുന്നു സ്വാമിമാർ തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ ശിവഗിരിയിൽ പോലീസ് കയറിയത്. ഹൈക്കോടതി വിധി നടപ്പാക്കാനായിരുന്നു പോലീസിന്റെ ഇടപെടൽ. 3 പതിറ്റാണ്ടിനിപ്പുറവും പോലീസ് നടപടിയുടെ മുറിവുകൾ ശിവഗിരിയിൽ ഇപ്പോഴും ഉണങ്ങാതെ അവശേഷിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഒക്ടോബർ 11 ശിവഗിരി ഞെട്ടി ഉണർന്നത് പോലീസ് ബൂട്ടിന്റെ ശബ്ദം കേട്ടാണ്. ശിവഗിരി കുന്നു കയറിയെത്തിയ പോലീസുകാർ സ്വാമിമാർ ഉൾപ്പെടെയുള്ള ശ്രീനാരായണ ഭക്തരെ വളഞ്ഞിട്ടടിച്ചു. സ്വാമിമാരുടെ സഹായത്തിനെന്ന പേരിൽ കയറിക്കൂടിയവരും യുവജനവേദി പ്രവർത്തകരും പോലീസിനെയും ആക്രമിച്ചു.
ലോകത്തിന് സമാധാന സന്ദേശം പകർന്ന ഗുരുവിന്റെ സമാധിസ്ഥലം അങ്ങനെ കലാപഭൂമിയായി. മുഖ്യമന്ത്രി എ കെ ആന്റണിക്കെതിരെ വലിയ വിമർശനമുയർന്നു. എതിർപക്ഷത്തു നിന്ന് മാത്രമായിരുന്നില്ല വിമർശനങ്ങൾ. കോൺഗ്രസിനുള്ളിലും ആന്റണിക്കെതിരെ പടയൊരുക്കം തുടങ്ങി. ശിവഗിരിയിലെ സ്വാമിമാർ തമ്മിലുള്ള അധികാര തർക്കങ്ങളും തമ്മിലടിയുമായിരുന്നു പോലീസ് നടപടിയിൽ കലാശിച്ചത്. അതിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വന്നത് UDF ആയിരുന്നു. 1996 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് വൻ തകർച്ചയുണ്ടായി. അധികാരത്തിൽ വന്ന നായനാർ സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. ആന്റണി സർക്കാരിനെ പൂർണ്ണമായി കുറ്റപ്പെടുത്തുന്നതായിരുന്നില്ല കമ്മീഷൻ റിപ്പോർട്ട്. എങ്കിലും സർക്കാരിനെതിരെയും പരാമർശങ്ങളുണ്ടായിരുന്നു. രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വേദനയുണ്ടാക്കിയ സംഭവങ്ങളിലൊന്നായാണ് ശിവഗിരിയിലെ പോലീസ് നടപടിയെ എ കെ ആന്റണി അടുത്തിടെ വിശേഷിപ്പിച്ചത്. ഏറ്റവും ദുഃഖവും വേദനയുണ്ടാക്കിയ ഒരു കാര്യം നടന്നു. ശിവഗിരിയിൽ 95 കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് നടപ്പാക്കാൻ വേണ്ടി പോലീസിനെ അയക്കേണ്ടി വന്നു. അവിടെ ഉണ്ടായ സംഭവങ്ങൾ പലതും നിർഭാഗ്യകരമാണ്. പക്ഷെ അവിടെ പോലീസ് പോയത് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ക്രിമിനൽ നിയമത്തിൽ പോലീസിനുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് ശിവഗിരിയിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ച സന്യാസിമാർക്ക് അധികാര കൈമാറ്റം നടത്തിയിരിക്കണം. അത് ഗവൺമെന്റ് ചുമതലയാണ്, പോലീസിന്റെ ചുമതലയാണ്. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമല്ലോ ക്രിമിനൽ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ അധികാരങ്ങളും പോലീസ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പോയത്. ആന്റണിയുടെ പരാമർശത്തോടെയാണ് ശിവഗിരിയിലെ പോലീസ് നടപടി വീണ്ടും വാർത്തകളിൽ നിറഞ്ഞത്. സർക്കാർ നടപടിയെ ന്യായീകരിച്ചും എതിർത്തും പ്രതികരണങ്ങൾ വന്നു. 90കളിലേതിന് സമാനമായി ശിവഗിരിയിലെ സ്വാമിമാരിൽ നിന്നും വേറിട്ട ശബ്ദങ്ങൾ ഇപ്പോഴും ഉയർന്നു. 3 പതിറ്റാണ്ടിനിപ്പുറവും ശിവഗിരിയിൽ മുറിവുകൾ ഉണങ്ങിയിട്ടില്ലെന്ന് വ്യക്തം. ന്യൂസ് 18 തിരുവനന്തപുരം. കടവും വായ്പയും എടുത്താണ് നമ്മുടെ നാട്ടിൽ പലരും ഒരു കച്ചവടം തുടങ്ങുന്നത്. അതിനിടയിൽ കടയിൽ മോഷണം നടന്നാൽ എന്തു ചെയ്യണം? സാധാരണ നമ്മളൊക്കെ പോലീസിൽ പരാതി കൊടുക്കും. പിന്നെ കേസും കോടതിയും കയറി നടക്കേണ്ട ഗതികേട്. എന്നാൽ തിരുവനന്തപുരത്ത് തിരക്കുള്ള ബേക്കറിയിൽ നിന്ന് അതിവിദഗ്ധമായി സാധനങ്ങൾ അടിച്ചു മാറ്റിയ കള്ളനോട് കട ഉടമ ചെയ്ത മധുര പ്രതികാരത്തെക്കുറിച്ച് അറിയണം. കഴിഞ്ഞ ദിവസം മാന്യമായ വസ്ത്രം ധരിച്ച് കടയിലെത്തിയ യുവാവ് 500 രൂപയോളം വില വരുന്ന സാധനം കൈക്കലാക്കി. ആരും അറിഞ്ഞില്ലെന്ന് കരുതി അയാൾ സ്ഥലം വിട്ടെങ്കിലും എല്ലാം വിശദമായി CCTVയിൽ പതിഞ്ഞിരുന്നു. പിന്നീടാണ് കട ഉടമ ദൃശ്യങ്ങൾ കണ്ടത്. എന്നാൽ പോലീസിൽ പരാതി നൽകാനൊന്നും മുതിരാതെ നേരെ കള്ളൻ്റെ വീട് കണ്ടുപിടിച്ച് അവിടെ എത്തി. പിന്നാലെ കള്ളന് മീശ മാധവൻ പുരസ്കാരം നൽകി ആദരിക്കുകയും ചെയ്തു. ഇങ്ങനെ അതിവിദഗ്ധമായി മോഷണം നടത്തുന്നവരെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യണമെന്നാണ് കടയ്ക്കാവൂരിലെ ബേക്കറി ഉടമയുടെ നിലപാട്. ഇനി എന്തായാലും അയാൾ ജീവിതത്തിൽ ഒരിക്കലും കക്കാൻ ഇറങ്ങില്ലെന്ന് ഉറപ്പ്. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാവുന്നു. നമസ്കാരം.